രേണുസുദിനെ സെപ്റ്റി ടാങ്ക് വിളിച്ച് കണ്ടു പ്രശ്നമാണ് അല്ലേ? അത് വളരെ എക്സ്ട്രീം ആയി പോയി. പക്ഷെ അതിനോട് എന്താ പറയാ? അങ്ങനെ വിളിക്കാൻ പാടില്ല, മോശമാണ്. എന്റെ ഒരു ആഗ്രഹമായിരുന്നു ജസ്റ്റ് ഇങ്ങോട്ട് നോക്കാം ഈ ക്യാമറ. ഓക്കെ ഓക്കെ ഒരു പാട്ട് പാടാം. ജസ്റ്റ് ഒരു കാര്യം അല്ല, നാട്ടെ കളരിയില്ലാതെ പുകൾ പഠിച്ചെടുത്തൊരു പെണ്ണാണേ, കറണ്ടടിക്കണ കണ്ണാണേ, കുരുക്കു തോന്നൽ പതിവാണേ. ഓഡിയോ ലോഞ്ച് എല്ലാ ചാനലിലും ഗായത്രി സുരേഷ് ബിഗ് ബോസ് കാണാനാണോ? ഞാൻ കേട്ടില്ല, ജസ്റ്റ് കാണാറുണ്ട്. ഇപ്പത്തെ കണ്ട ഇപ്പത്തെ മറ്റേ രേണുസുദിനെ സെപ്റ്റി ടാങ്ക് വിളിച്ച് കണ്ടു പ്രശ്നമാണ് അല്ലേ? അത് വളരെ എക്സ്ട്രീം ആയി പോയി. പക്ഷെ അതിനോട് എന്താ പറയാ? അങ്ങനെ വിളിക്കാൻ പാടില്ല, മോശമാണ്. അല്ല, ഗായത്തിന് എന്തിനു മുമ്പ് ബിഗ് ബോസിലേക്ക് വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയിട്ടില്ല. കഴിഞ്ഞ സീസണാണോ ഈ സീസണാണോ? മിക്ക സീസണിലും വിളിച്ചിട്ടുണ്ട്. ഈ സീസണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗായത്രി. ഈ സീസണിൽ ഗായത്രി ജസ്റ്റ് ഇത് ഈ സീസണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. പക്ഷേ ഐ എം നോട്ട് റെഡി. ഓക്കെ. അവിടെ പോയി ഫയർ ആയില്ലേ? ഗായത്രി പോയ തീ ആയിരിക്കും. ഒരു വർഷം അത് കഴിഞ്ഞു. ഇപ്പത്തെ ഒരു സിനാരി അറിയാം. നാഷണൽ അവാർഡിന്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാടി ജീവിതത്തിന് കിട്ടിയിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ട്. ആ ഡിസർവിങ് ആയിരുന്നു എന്നിട്ട് പൂർവ്വശേഷി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പലരും. അതിന് ഗായത്രിക്ക് എന്താ അതിനോട് പറയാനുള്ളത്? ഇപ്പത്തെ എനിക്കറിയില്ല എന്താണ് അത്. പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് കിട്ടിയില്ല എന്നുള്ളതിനെ കുറിച്ച് പൂർവ്വശേഷി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഡിസർവിങ് ആയിരുന്നു എന്നുള്ളത്. അവാർഡ് കിട്ടിയത് ആരാന്ന് അറിയണ്ടായിരുന്നില്ല. അതിന് ഡീറ്റെയിൽസ് അറിയില്ലല്ലോ. ഓക്കെ ഉണ്ട്, ചാൻസ് ഉണ്ടായിരുന്നു. കാരണം അത്രയും ഓക്കെ ഓക്കെ ഓക്കെ.